നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇവക്കൊരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിനെ അവൾ എവിടെ ഒളിപ്പിച്ചിരിക്കുക? അതെ, നമ്മുടെ ACP കാർത്തിക് സാറില്ലേ, സാറിന്റെ കുഞ്ഞ്. എന്നെ ഇവളുടെ പ്രൊട്ടക്ഷൻ ആക്കിയതേ ACP സഹീറ മേഡവാ. അത് ശരി, ഇതാണല്ലേ എന്റെ റൂംമേറ്റ്? അതെ. അല്ല, ഈ പർദ്ദക്കകത്ത് ഇങ്ങനെ നടക്കുന്നത് വലിയ ചൂടല്ലേ? എന്താ മാഡത്തിന്റെ പേര്? K മൈഥിലി ദേവി. കോളേജിൽ അറിയപ്പെട്ടിരുന്നത് മൈഥിലി വർമ്മ എന്നായിരുന്നു. എന്തായിരുന്നു പുറത്തൊരു ബഹളം? വലിയ ഉച്ചയൊക്കെ കേട്ടു. എന്തു പറയാനാ, എന്റെ ഭർത്താവ് ഒരുത്തനുണ്ട്. മുഴുവട്ടനാ. വട്ടനോ? വട്ടും ബ്രാൻഡിയും കൂടെ കൂടിയാ എങ്ങനെ ഇരിക്കും? വട്ട് കൂടാതെ അവൻ 24 hours തണ്ണിയും കൂടിയ. നാട്ടുകാരവനെ വിളിക്കുന്നതേ വളവളപ്പൻ പാമ്പെന്ന്. വളവളപ്പൻ പാമ്പോ? ആ, ഒരുതരം വൃത്തികെട്ട പാമ്പ്. അവനിങ്ങനെ ഏത് നേരം എഴഞ്ഞു നടക്കുന്നോണ്ടേ നാട്ടുകാരവനെ വളവളപ്പൻ പാമ്പെന്നാ വിളിക്കുന്നത്. ഇവൻ ഏത് നേരവും എനിക്ക് ശല്യം. പേടിച്ച് ഞാൻ ഹോസ്റ്റലിൽ വന്ന് ഒളിച്ച് താമസിക്കുക. ഡിവേഴ്സ് ചെയ്തൂടെ? അതിനവനെ കിട്ടിയിട്ട് വേണ്ടേ? പുണ്യപുരാതനമായ കട്ടക്കയത്ത് കോവിലകത്തെ തമ്പുരാട്ടിയാ ഞാൻ. 2 കോടി രൂപയും 5 ലൈൻ ബസും സ്ത്രീധനമായിട്ട് കൊടുത്തിട്ടാ എന്നെ എന്റെ അച്ഛൻ ഇവന് കല്യാണം കഴിച്ചു കൊടുത്തത്. എല്ലാം ഇവൻ കുടിച്ച് നശിപ്പിച്ചു. ഇപ്പോഴും കാശിന് വേണ്ടി എന്റെ പിറകെ നടക്കുക. മാഡത്തിന് കോവിലത്തേക്ക് തിരിച്ചു പോക്കൂടെ? എന്റെ ജീവിതം തകർന്ന സങ്കടത്തില് അച്ഛൻ രാംഗോപാൽ വർമ്മ കോവിലകത്തിന്റെ ഉത്തരത്തില് കെട്ടിത്തൂങ്ങി ചത്തു. അമ്മ കിണറ്റി ചാടി മരിച്ചു. ഭർത്താവിന്റെ പേരെന്താ? വിജയേഷ്. വിഷമിക്കാതെ. അതിരിക്കട്ടെ, നിങ്ങക്ക് കുട്ടികളില്ലേ? ഇവളെ എവിടെയോ കണ്ട് പരിചയമുണ്ടല്ലോ. ഒന്ന് പോടാ കുട്ടിച്ച. എന്തൊക്കെ സംശയങ്ങളാ നിനക്ക് അറിയേണ്ടത്? എനിക്ക് നാണം വരുന്നുണ്ട് കേട്ടോ. എന്താ കുട്ടിച്ച? പോടാ അവിടുന്ന്. വേണ്ട കേട്ടോ. അയ്യോ അയ്യോ, പ്രേതം! അയ്യോ, വെള്ളത്തിൽ വീണ് ചത്ത പെണ്ണിന്റെ പ്രേതം. പേടിക്കണ്ട മാഡം, ഞാൻ പ്രേതമല്ല. പ്രേതമല്ലേ? പിന്നെ ആരാ? എന്നെ മനസ്സിലായില്ലേ? ഇല്ല. കുട്ടിച്ച, നീ കട്ട് ചെയ്തോ, ഞാൻ പിന്നെ വിളിക്കാം. പറ, ആരാ നിങ്ങള്? ഞാൻ കേരള പോലീസിലെ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥയൊന്നുമല്ല, പക്ഷെ പോലീസുകാരിയാ. പറയും, വള്ളി പുള്ളി തെറ്റാ നിങ്ങൾ ആരാന്ന് പറയും. അത് ഞാൻ നിങ്ങളല്ലേ എന്റെ കൂടെ താമസിച്ചിരുന്നത്? അല്ലേന്ന്? അതെ അതെ. പർദ്ദ ഒരു മാറ്റിയതുകൊണ്ടാ മനസ്സിലാവാതിരുന്നേ. ഓ, അങ്ങനെ.
കൂടെ താമസിച്ചിരുന്ന പെൺകുട്ടികളുടെ കണ്ണുകൾ ഇതുപോലെ അല്ലല്ലോ, ഒരു വ്യത്യാസം പോലെ. അത് 10-18 വയസ്സായ കുട്ടിയുടേതായിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്ക് പരിചയമുള്ളൊരു കുട്ടിയാണോ എന്ന് ഞാൻ സംശയിച്ചു. അതാ ഈ സ്റ്റുഡന്റ് എന്ന് പറഞ്ഞതുകൊണ്ടാ അങ്ങനെ തോന്നാൻ കാരണം. ഇരുന്നു. അപ്പോ അപ്പുറത്തെ മുറിയിൽ താമസിക്കുന്നത് ഉമ്മയുടെ ഉമ്മച്ചിയാണോ? അതെ, എന്റെ ഉമ്മച്ചിയാ. ഞാൻ മുംതാസ്, അത് നജ്മ. അപ്പൊ അത് നജ്മ, ഇത് മുംതാസ്. ഇത് മുംതാസ്, അത് നജ്മ. അതെ അതെ. എനിക്കിങ്ങനെ ചില കുഴപ്പങ്ങളുണ്ട്. എല്ലാം വിശദമായിട്ട് ചോദിച്ചറിയണം. അതുകൊണ്ട് ഞാൻ കിളിപോയ പോലീസുകാരി എന്ന് അറിയപ്പെടുന്നത്. മുംതാസിന്റെ ഉമ്മച്ചി താമസിക്കുന്നതേ ആ വെടക്കിന്റെ റൂമിലാ, ആ മൈഥിലിയുടെ. അവര് വഴക്കുകാരിയല്ലേ? ഓടിച്ചിട്ട് അടി കൊടുക്കേണ്ട സൈസാ. ശരിക്കും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒരു പാത്രം സാമ്പാർ എടുത്ത് അവളുടെ തലയിൽ കൂടി ഞാൻ ഒഴിക്കുകയും ചെയ്തു. ഇവക്കൊരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിനെ അവൾ എവിടെ ഒളിപ്പിച്ചിരിക്കുക. അതെ, നമ്മുടെ ACP കാർത്തിക് സാറില്ലേ, സാറിന്റെ കുഞ്ഞ്. എന്നെ ഇവളുടെ പ്രൊട്ടക്ഷൻ ആക്കിയതേ ACP സഹീറ മേഡവാ. സഹീറ മേഡവും കാർത്തിക് സാറും കീരിയും പാമ്പും പോലെയാ, പെത്ത ശത്രുക്കളാ. ഈ മൈഥിലിയുടെ കുഞ്ഞ് കാർത്തിക് സാറിന്റെ കയ്യിലേക്ക് പോവരുത്, അതാണ് സഹീറ മേഡത്തിന്റെ ഉദ്ദേശം. പക്ഷേ കാർത്തിക് സാറിനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടോ. ഞാൻ എങ്ങനെയും സാറിന്റെ കുഞ്ഞിനെ കണ്ടെത്തി കൊടുക്കും. എനിക്കിവരൊന്നും അറിയില്ല. എന്നാലും ഒരു കുഞ്ഞിന്റെ കാര്യമല്ലേ, അതുകൊണ്ട് ചോദിക്കുക. ആ കുഞ്ഞിനെ പറ്റി എന്തെങ്കിലും സൂചന ലഭിച്ചോ? ഇല്ല, ഇതുവരെ ഇല്ല. ആ മൈഥിലേ അവളെ കൊന്നാലും അവളത് പറയില്ല. ഒരു മിനിറ്റ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.